പറഞ്ഞല്ലോ ലൈഫിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ട്രോമയുടെ കാര്യം. കാരണം അതിനു മുമ്പ് പല കേസിലും ഇടപെടുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം ആയിരിക്കും മാഡം എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നൊരവസ്ഥ. ആ സമയത്ത് ആക്ച്വലി എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ഇതൊന്നും അവഗണിക്കരുത്. ചെറിയൊരു ഫൈബ്രോയിഡിൻ തുടങ്ങി. പിന്നെ ഞാൻ പാഡല്ല, കുട്ടികളുടെ ആ ഒരു സാധനമുള്ള സ്നാക്ക് അത് വെച്ച്, കാരണം ബ്ലഡല്ല പിന്നെ പോകുന്നത്, കറുത്ത മാംസം തള്ളി വരികയാണ് ചെയ്യുന്നത്. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പിറ്റേ ദിവസം മോൾക്ക് എക്സാമാണ്. അന്നാണ് ഈ സംഭവിക്കുന്നത്. പിറ്റേ ദിവസം അവൾക്ക് എക്സാം ഉണ്ട്. അങ്ങനെ ഞാൻ അവളുടെ എക്സാം എനിക്ക് മുടക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് അവളെയും വിളിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലാറ്റിൽ ഫുള്ളും ബ്ലഡ് എന്നൊക്കെ. എനിക്ക് ആരും ഇല്ല വിളിച്ച് ചോദിക്കാം. ഞാൻ നേരെ GG ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ അനിതയെ കാണുന്നു. അനിത മാമിനെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഞാൻ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ മാവിട്ടെ കരഞ്ഞു. ആ ഒരു മൊമെൻറ്റിൽ അവരെന്നെ ചേർത്ത് പിടിച്ചു. അവർക്ക് എന്നെ ആരാന്ന് അറിയത്തില്ല. എൻ്റെ ഇത് നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ്, ഞാൻ പേര് പറയുന്നില്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ക്യാൻസറസ് ആണ്. അപ്പം അത് ഞാനും മോളും കൂടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുപ്രീമിൻ്റെ അടുത്തൊരു സുപ്രീമിനോട് ചേർന്നൊരു ഏതായിരുന്നു, ഇതൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സുപ്രീമിൻ്റെ തന്നെയാണ്. അവിടെ ഇരുന്ന് അവൾക്ക് സീ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് കാണിക്കുക, ചിലപ്പോൾ ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അവൾ ഇങ്ങനെ, കാരണം ഞാൻ ഇല്ലാണ്ടായാൽ അവൾക്ക് എന്താണ്, നമ്മളെ നമുക്ക് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം, കീമോ ഒക്കെ ചെയ്യാം, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ദിവസമായിട്ട് ഇൻഷുറൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ്, പിന്നെ ആ സംഭവം കഴിഞ്ഞിട്ടാണ് എൻ്റെ പാരൻസിൻ്റെ ഈ സംഭവം. ഇതൊന്നും ഞാൻ എൻ്റെ പാരൻസിനോടോ ബ്രദറിനോടോ ഒന്നും പറയുന്നതൊന്നുമില്ല. കാരണം എനിക്ക് അവരോട് പറയാനായിട്ടുള്ള ഒരു എനിക്കങ്ങനെ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അനിത ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും, പക്ഷേ ഇന്ന് ഇത് ചെയ്യണം. കാരണം ഞാനിരിക്കുന്നിടത്തൊക്കെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുക, മരുന്ന് തന്നിട്ടും ബ്ലഡ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ക്യാൻസർ ആണെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യും. പിന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അത് പറഞ്ഞു അത് പറ്റത്തില്ല, മോള് വേണം പറഞ്ഞു. അങ്ങനെ ഒപ്പിടാൻ വേണ്ടി മോള് വന്നു. മൂക്ക് കൂട്ടായിട്ട് ഞാൻ തിരിച്ച് വന്നില്ലെങ്കിലും വന്നാലും അവിടെ നിന്ന് ഒറ്റയ്ക്കാണല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നു, അവളുടെ കൂടെ ഇരുന്നു. ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ ഡോക്ടറിന് പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല, കാരണം ഞാനൊരു ക്ലിനിക്കിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ധൈര്യമായിട്ട് പറഞ്ഞു. അതിന് 3 ഞാൻ KGF കണ്ടു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കകത്ത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടെ ഒരു ഒറ്റപ്പെടലാണ്. എനിക്ക് അവിടെ ഇരിക്കുമ്പം ആ ക്ലിനിക്കിൻ്റെ ഓണർ എന്ന് വെച്ചാൽ എന്നോട് വലിയ കാര്യമാണ്, സാറിന് തന്നെ വലിയ കാര്യമാണ്, അങ്ങനെ അബുദാബിയിലാണ്, വലിയ കാര്യമാണ്. പക്ഷെ എനിക്ക് ആ ഒരു ഒറ്റപ്പെടൽ വെച്ചാൽ വേറെ ആരും ഇല്ല, ആ ഒരു ഏരിയയിൽ ആരും ഇല്ല. അപ്പോൾ പകലൊക്കെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ ഞാൻ എൻ്റെ 1 ബെഡ്റൂം ഫ്ലാറ്റ് ഞാൻ റെൻറ്റിന് കൊടുത്തിട്ട്, 1 ബെഡ്റൂമാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്, റെൻറ്റിന് കൊടുത്തിട്ട് വേറൊരു ഫ്ലാറ്റിലോട്ട് വന്നു. അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഓണർ പുറത്താണ്, ഗൾഫിലാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഞാനിവിടെ ബോർഡ് വെച്ചിട്ടോ ഒന്നുമില്ല, എന്നെ കാണാൻ ആര് വരാം, ആർക്കൊക്കെ വരാം. എൻ്റെ നേരെ ഒരു ചോദ്യം ഉണ്ടായി. ഇവിടുത്തെ ഒരു മാന്യ അദ്ദേഹം, നിങ്ങളെ കാണാൻ ആരൊക്കെയാണ് വരുന്നതിന് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും, പിന്നെ ഇവിടെ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയ പോലെ ആയിപ്പോയി. പക്ഷേ എൻ്റെ ഹൗസ് ഓണർ ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ മകൻ കാർഡിയോളജിസ്റ്റാണ്, പുള്ളി വിദേശത്താണ്. അവർ വിളിച്ചെൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. ഒരു കാരണവശാലും അങ്ങനെ ഭയക്കേണ്ട കാര്യം, ഞങ്ങൾ സംസാരിക്കണം, അവനോട് ഞങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ട, എൻ്റെ കാര്യമൊന്നുമില്ല, സോൾവ് ചെയ്യൊന്നും വേണ്ട, കാരണം ഞാനിവിടെ സ്ഥിരതാമസമല്ല, എനിക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റുണ്ട്, ഞാൻ മൂവ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ദിവസവും പ്രശ്നങ്ങൾ മാത്രം കിട്ടിപ്പോകുന്ന ഒരാളാണ് ഞാൻ.
ഇപ്പം പാരൻസിൻ്റെതാണെങ്കിലും അത് വർഷങ്ങൾ കഴിഞ്ഞു. അവരെ സംബന്ധിച്ചോളം അതവർ ഒരു ഓർമ്മയിലുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ. അവർ പിന്നെയും വളരെ ആക്റ്റീവാണ്, അവർ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുന്നു. പക്ഷെ അന്ന് എനിക്ക് തന്ന ട്രോമ ഇന്നും ഞാൻ ഞെട്ടി എഴുന്നേക്കും ചില സമയങ്ങളിൽ. എനിക്ക് ഉറക്കം വല്ലാണ്ട് വരും. പക്ഷെ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ തന്നെയാണ്. ഞാൻ ഓരോ വ്യക്തികളുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവർക്കൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നം എനിക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫ്. പക്ഷെ നമ്മൾ മൂവ് ഓൺ ആവണമല്ലോ. ഞാനും മൂവ് ഓൺ ആയിക്കൊണ്ടേയിരിക്കുന്നു.